ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സിമ്പിൾ ഡിസൈനിൽ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. കേക്കിലേക്ക് വേണ്ട എഗ് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. 3 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ സുർക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊന്തിയതിന് ശേഷം 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കേക്കിന് ആവശ്യമായ ഫ്ലോർ മിക്സ് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൊടി. ഇവ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കുക. എഗ് ബാറ്ററിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ മിക്സ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഫസ്റ്റ് സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇഞ്ച് കേക്ക് ടീനിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കൂടുതലായി ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് കേക്കിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഒരു കേക്ക് ബേസ് എടുത്ത് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കേക്ക് വെച്ച് ചെറി സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ്സിനായി കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറിയും കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ലെയറും അതുപോലെ വെച്ച് കൊടുത്ത് ചെറി സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുത്ത് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം 15 മിനിറ്റ് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. 15 മിനിറ്റിന് ശേഷം കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തതിന് ശേഷം കേക്ക് ബോർഡൊക്കെ വൃത്തിയാക്കി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. 1 മണിക്കൂറിന് ശേഷം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് കേക്കിൻ്റെ മുകളിലും സൈഡിലുമായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്ത് ഇനി അതിൻ്റെ ടോപ്പറിലായിട്ട് 2 ഫ്ലവർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ടാപ്പ് ചുറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് കുത്തി കൊടുക്കുക. അപ്പം നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നതുവരെ ബൈ.